ദിവ്യ, ഈ സംഭവം ഉണ്ടായതിന്റെ 4ാം ദിവസമാണ് ഇന്ന്. ഈ 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടം തുടരുന്നത് അദ്ദേഹത്തിന്റെ അടൂരിലുള്ള തെങ്ങമത്തുള്ള വീട്ടിലാണ്. ഇപ്പോഴും അദ്ദേഹം വീട്ടിലുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം കിളിമാനൂരിൽ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു എന്നത് മാത്രമാണ് ഇതിന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അന്നു മുതൽ ഈ സംഭവം ഉണ്ടായ മുതൽ ഇന്ന് 4ാം ദിവസമാണ്. ഈ 4ാം ദിവസവും വീട്ടിൽ തന്നെയാണ് അദ്ദേഹം കഴിയുന്നത്. അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുമായുള്ള ആശയവിനിമയം തുടരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ചിരുന്ന സമയത്ത് അദ്ദേഹം രാജിവെക്കാനാണോ അല്ലയോ എന്ന് സംബന്ധിച്ച വലിയ ഊഹാപോഹങ്ങൾ പടരുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനം ഒഴിവാക്കണം എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് വാർത്താ സമ്മേളനം ഒഴിവാക്കുകയാണ് ചെയ്തത്. അതായത് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. അദ്ദേഹവുമായി ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്, നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ രാജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. പക്ഷെ അതിൽ ഒരു ക്ലാരിറ്റി ഉള്ള നിലപാടിലേക്ക് എത്തണമെങ്കിൽ ചില ആശങ്കകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കേണ്ടതുണ്ട്. അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ അടൂർ വീട്ടിൽ തന്നെ വെച്ച് ഒരുപക്ഷെ രാജി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നിലവിലുള്ള അവസ്ഥ വെച്ച് മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം UDF-ന്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം നിയമസഭാ കക്ഷിയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് തന്നെ വരണമെങ്കിൽ ഈ രാജി ഉണ്ടാവണം. തന്റെ മാത്രമല്ല, അത് പാർട്ടിയുടെയും മുന്നണിയുടെയും ധാർമ്മികതയാണെന്ന് അദ്ദേഹം പറയുന്നു. രമേശ് ചെന്നിത്തല പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തോടും ഇക്കാര്യങ്ങളൊക്കെ പലതരത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരേ ഒരു തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാൻ കൂടിയായിരിക്കുമോ? ദിവ്യ, അങ്ങനെ നമുക്കൊരു കാര്യം തീർത്തു പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ നേതാക്കന്മാർ അറിഞ്ഞതോടുകൂടി അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം നൽകിയത് തന്റെ നിരപരാധിത്വം സംബന്ധിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം നേതാക്കന്മാരെ അറിയിച്ചിരുന്നത്. ആ സമയത്ത്, അതായത് ഇന്നലെ രാവിലെയാണ് VD സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഘട്ടം മാത്രമേ കഴിഞ്ഞുള്ളൂ, ഇനി ഘട്ടങ്ങൾ കഴിയുന്ന മുറയ്ക്ക് മാതൃകാപരമായ നടപടികളിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ തന്റെ കീഴിലുള്ള ഒരു MLA രാജിവെക്കണം എന്ന കാര്യത്തിൽ തന്റെ നിലപാട് അങ്ങനെ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തതോടുകൂടി ഇത് രാജി പ്രഖ്യാപിക്കാനാണോ എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പടരുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകളോളം മാധ്യമപ്രവർത്തകർ കാത്തുനിന്നിട്ടും പിന്നീട് മാധ്യമ സമ്മേളനം ഒഴിവാക്കി എന്ന അറിയിപ്പാണ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം അത് ഒഴിവാക്കിയത് നേതൃത്വത്തിന്റെ ഇടപെടലാണ്. കാരണം അദ്ദേഹം രാജിയല്ലാത്തൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പിന്നെയും ക്ഷീണമുണ്ടാകുമോ എന്നൊരാശങ്ക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം ഇടപെട്ട് തന്നെ ആ മാധ്യമ സമ്മേളനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇന്നും അത്തരം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിൽ ഹൈക്കമാൻഡിന്റെയോ KPCC-യുടെയോ UDF-ന്റെയോ ഒക്കെ തീരുമാനങ്ങൾ വരുന്ന മുറയ്ക്കായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പതിവ് പോലെ ഇന്നത്തെ ദിവസം, ഈ 4ാം ദിവസവും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തമ്പടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് അർത്ഥത്തിലാണ് പ്രതികരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കിയാണത്. അത് പ്രേക്ഷകരെയും ജനങ്ങളെയൊക്കെ അറിയിക്കുക എന്ന ധർമ്മത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പുറത്തിറങ്ങിയോ അത് സംബന്ധിച്ച് ഏതെങ്കിലും സൂചന നൽകുകയോ ചെയ്തിട്ടില്ല. ഏതായാലും സംഘടനാ തലത്തിൽ നടക്കുന്ന നടപടികളുടെ ഭാഗമായി വരുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കും എന്ന കാര്യം അറിയിക്കുക. യെസ്.